വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. കെ രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഫെറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത്, വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ, ഫാദർ ബെൻവിൻ തട്ടിൽ, സിറിൽ ആന്റണി, നെപ്പോ ചിറമൽ, സനൽ മഞ്ഞളി, സിജു മഞ്ഞളി, സിസ്റ്റർ റോസ്മിൻ മാത്യു, ഫാദർ ഡിറ്റോ കൂള, ജോസി ജോണി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഗാനമേള, നൃത്തങ്ങൾ, മിമിക്സ് പരേഡ് എന്നിവയുണ്ടായിരുന്നു. അത് വായിച്ചപ്പോഴേ ഞാൻ ഉറപ്പാക്കി എനിക്ക് ദൈവത്തെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്രമാത്രം ഹൃദയശുദ്ധി ഉണ്ടാകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. എന്താണ് ഹൃദയശുദ്ധി? എല്ലാവരെയും സ്നേഹിക്കുക. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മറ്റുള്ളവന് നന്മയുണ്ടാകുമ്പോൾ സന്തോഷിക്കുക എന്നുള്ളതാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെയുള്ളവർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. ഓരോ കുടുംബത്തിലുമുണ്ട്. അവരെയാണ് നമ്മൾ ശുദ്ധന്മാർ എന്ന് വിളിക്കുന്നത്. ശുദ്ധന്മാർ എന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട്. നന്മ മാത്രം കാംക്ഷിക്കുന്നവര്, ലോകത്തിന് മുഴുവൻ നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവര്, ആർക്കെങ്കിലും നന്മയുണ്ടായി എന്നതിനാൽ ചിരിക്കുന്നവര്, സന്തോഷിക്കുന്നവര് വേറെ എങ്ങും തിരിയേണ്ട നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ കാണുന്നവരാണെങ്കിൽ അവരെ പറ്റിയാണ് യേശു ക്രിസ്തു പറഞ്ഞത്. തീർച്ചയായിട്ടും അവര് ദൈവത്തെ കാണും എന്നുള്ള ആ വചനം, അതാണ് ഒരു കൊച്ചുകുട്ടി എനിക്ക് അയച്ചു തന്നു. തീർച്ചയായിട്ടും 32 വീട്ടുകാരൻ തുടങ്ങി വെച്ച സംരംഭം ഇന്ന് 1812 വീട്ടുകാര് അറ്റ് പുൽക്കാട് പുറകിലുണ്ട്, കുടുംബങ്ങളുണ്ട്. ഞാനിത് പറഞ്ഞത് ഇതേ ചരിത്രം തന്നെ നമ്മുടെ ഈ മാതാവിന്റെ ഈ ആലയത്തിലുണ്ട്. നമ്മുടെ പൂർവികന്മാർ തുടങ്ങി വെച്ച വലിയ ഒരു സംരംഭം, അത് വളർന്ന് വലിയൊരു വൃക്ഷമായിട്ട് ഇന്ന് അതിന്റെ 100ാമത്തെ വർഷവും അതിന്റെ ആഘോഷങ്ങളും അതിന്റെ ആശീർവദിക്കപ്പെട്ട് ദീപബലി അർപ്പിച്ചു. പ്രാർത്ഥനാലയമായിട്ട് അങ്ങനെ ഇവിടെ ആരംഭിച്ചു. അതിന് മുമ്പ് നമ്മുടെ പൂർവികരെ തൊട്ട് മുമ്പ് പുതുക്കാട് പള്ളിയിലും അതിനു മുമ്പ് അപ്പുറത്തുള്ള പള്ളിയൊക്കെയായിരുന്നു ആത്മകാര്യങ്ങൾക്ക് വേണ്ടി പോയിരുന്നത്. വെണ്ടൂർ ഇടവകയുടെ ശതാബ്ദി സമാപനം 2025 ജൂബിലി വർഷത്തിൻ്റെ ഉദ്ഘാടനമാണ്. ഇത് സമാപനമല്ല എന്ന് വിചാരിച്ച് സൂചിപ്പിച്ചത് വളരെ അർത്ഥവത്താണ്. സമാപനങ്ങളെല്ലാം പുതിയൊരു കാര്യത്തിൻ്റെ ഉദ്ഘാടനമാണ്. സാർവത്രിക സഭയിൽ